മാത്സിലെ ഒരു 10 PYക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 ഇൻറ്റു 7 + 3 ഹരിക്കണം 5 - 3 ഈക്വൽ ടു എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ് ബോർഡ് മാസ് വെച്ചിട്ടാണ് ആ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പോൾ 15 ഇൻറ്റു 7 + 3 എത്രയാണ് 10 ഹരിക്കണം 5 - 3. അതിന് ശേഷം നമ്മൾ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 2 കിട്ടും -3. ഇനി മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാൻ. 15 ഇൻറ്റു 2 എത്രയാണ് 30 -3 = 27. അപ്പോൾ 27 ആണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.0004 പ്ലസ് 0.00004 4-നേക്കാൾ എത്ര കൂടുതലാണ്, ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനേക്കാളും എത്ര കൂടുതലാണ് 2/5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനെ തമ്മിൽ ആഡ് ചെയ്യാം. ഇതിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക? 0 പോയിൻ്റ്, ഇത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 ഉണ്ട്. ഇവിടെ 1 2 3 4 ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം എഴുതാം. 0.0004 പ്ലസ് 0.0004. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 44000 ഇത് കിട്ടും. അതായത് ഇനി ഇതിൻ്റെ കൂടെ ഇതിനേക്കാളും എത്ര കൂടുതലാണ് 2/5 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2/5 ഇതേപോലെ ഡെസിമലിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് വരും? 0.20 വരുമ്പോൾ 4 20. അപ്പോൾ എന്ത് വരും? ഇവിടെ 0.4 വരും അല്ലേ? ഇതെന്ത് വരും? ഇതിന് നമുക്ക് 0.4 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ x = എങ്ങനെ നമുക്ക് എഴുതാം? 0.4 മൈനസ് 0.00044. അപ്പോൾ x = ഇതിനെങ്ങനെ മൈനസ് ചെയ്യാം? 0.4 മൈനസ് 0.00044. അപ്പോൾ ഇവിടെ മുകളിൽ ഡിജിറ്റ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 - 4 പോയാൽ 6, 9 - 4 പോയാൽ 5, ഇവിടെ 9, ഇവിടെ 3. അപ്പോൾ 0.39956 ഓപ്ഷൻ ഡി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 + 3 + 5 + എക്സെട്രാ + 99 = എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒറ്റസംഖ്യകളുടെ തുകയാണ്. ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ്. ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n². അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 1 മുതൽ 99 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 15² കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 2500. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം, ഒരു സമഭുജ ത്രികോണമാണ്, അതിൻ്റെ വികരണത്തിൻ്റെ നീളം അത് D1 ആയിട്ട് എടുക്കുക. D1 = എത്രയാണ്? 18 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ പരപ്പളവ്, അതായത് വിസ്തീർണം എത്രയാണ്? 216 സെൻറ്റിമീറ്റർ സ്ക്വയറുമായാൽ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ ഒരു സമഭുജ ത്രികോണമാണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1/2 × D1 × D2 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഈ വിസ്തീർണ്ണമാണ് നമുക്ക് 216 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഒരു വികരണവും തന്നിട്ടുണ്ട്. 18 സെൻറ്റിമീറ്റർ ആണ് ഒരു വികരണവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇപ്പോൾ D1 ആയിട്ട് നമുക്ക് എടുക്കാം 18 × D2 = 216. അപ്പോൾ
ഇവിടെ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ 18-ലെ 2 9 പ്രാവശ്യം. അപ്പോൾ D2 = 216 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ എത്ര വരും? 3-ൽ വെട്ടിക്കഴിഞ്ഞാൽ 1 3 9 7 3 21 23 6 4 12. അപ്പോൾ എത്ര വരും? 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് D2 എത്ര കിട്ടി? D2 = 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ½ × D1 × D2 ആണ്. അപ്പോൾ ഇതിൽ അതെന്താണ്? വിസ്തീർണത്തിന് നമ്മൾ പരപ്പളവെന്നും പറയും. വിസ്തീർണത്തിനാണ് ½ × D1 × D2 ആണ്. അപ്പോൾ ഒരു വികരണം തന്നിട്ട് പരപ്പളവും തന്നിട്ട് മറ്റേ വികരണത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2⁵ × 2⁵3 × 3² × 3⁴ × 5² ഡിവൈഡഡ് ബൈ 2�6× 3⁵ × 5⁴ × 6 ഹോൾ റൈസ് ടു -1. അതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം? 2⁵ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m + n ആണ്. അപ്പോൾ നമുക്ക് 2⁵ × 2⁵3 നമുക്ക് എങ്ങനെ എഴുതാം? 2⁸ എന്ന് എഴുതാം ഇൻറ്റു 3⁶ എന്ന് എഴുതാം ഇൻറ്റു 5² ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെ എഴുതാം? 2⁵ × 3⁵ × 5⁴ × 6 ഓൾ റൈസ് ടു -1 ആണ്. അപ്പോൾ മുകളിൽ 8 2 ഉണ്ട്, താഴെ 6 2 ആണുള്ളത്. അപ്പോൾ ഇതിൽ 6 പോയി ബാക്കി അവിടെ എത്ര? 2² ആണുള്ളത്. ഇവിടുത്തെ 3 പോയി, ഇവിടുത്തെ 3 പോയി. അപ്പോൾ ഇവിടെ 3³ ഇവിടുത്തെ 2 5ഉം താഴത്തെ 2 5ഉം പോയി, താഴെ 5². അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. 2² × 3³ ഡിവൈഡഡ് ബൈ 5² × 6 ഓൾ റൈസ് ടു -1. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 6നെ 2 × 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ താഴത്തെ ഒരു 2ഉം മുകളിലത്തെ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ മുകളിൽ ബാക്കി ഒരു 2 ഉള്ളൂ. താഴത്തെ 3ഉം മുകളിൽ നിന്ന് ഒരു 3ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 3². അപ്പോൾ 2 × 3² ഡിവൈഡഡ് ബൈ 5² ഓൾ റൈസ് ടു -1. അപ്പോൾ നമുക്ക് 2 × 9 എഴുതാം. 3² ആണ് 9, 5² 25. അപ്പോൾ 18 ഡിവൈഡ് ബൈ 25 ഓൾ റൈസ് ടു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 25/18. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4 11 30 67. 4 11 30 67 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ അറിയാം, ആഡ് ചെയ്ത് പോകുന്ന സംഭവമൊന്നുമല്ല, എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് അതിൽ വരുന്നത്. കാരണം പിന്നീട് വലിയ വലിയ സംഖ്യകളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4നെ നമുക്ക് 1³ + 3 എന്ന് എഴുതാം. അപ്പോൾ 3 1 4 കിട്ടി. ഇനി അടുത്തതിന് 11 നമുക്ക് 2³ + 3 എന്ന് എഴുതാം. അപ്പോൾ ഈ 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 + 3 ആണ്. അപ്പോൾ 11. ഇനി അടുത്തത് നമുക്ക് 3³ + 3 എന്ന് എഴുതാം. 3³ എന്ന് പറയുമ്പോൾ 27 + 3 13 വന്നു. അടുത്തതിന് 4³ + 3. അപ്പോൾ എന്തായാലും 4³ എന്ന് പറയുന്നത് 64 + 3 67 വന്നു. അടുത്തത് എത്ര വരും? 5³ + 3. 5³ എന്ന് പറയുമ്പോൾ 125 + 3. 125 + 3 ചെയ്യുമ്പോൾ 128 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ് ഇവിടെ വരിക? 128. 128 ആൻസറായിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ എന്നത് എന്താണ്? പ്ലസും ബി എന്ന് പറയുന്നത് ഗുണനവും സി എന്നത് മൈനസും ഡി എന്നത് ഹരണവും സൂചിപ്പിച്ചാൽ 8b 12a 18d
6C2 എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8. ബി എന്ന് പറയുന്നത് എന്താണ്? ഗുണനം 12. ദെൻ എ എന്ന് പറയുന്നത് അഡീഷൻ 18. ഡി എന്ന് പറയുന്നത് എന്താണ്? ഹരണം 6. സി എന്ന് പറയുന്നത് -2. അപ്പോൾ നമ്മൾ ആദ്യം ഹരണം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 18 ഇൻറ്റു 12 പ്ലസ് 3 വരും അല്ലേ? 1 6 12 3 18 -2. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 12 ഇൻറ്റു 8 8 16 6 1 96 96 പ്ലസ് 3 -2 എത്ര വരും? 99 -2 ഈക്വൽ ടു 97. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ത്രികോണം, ചതുരം, ചാപം, വൃത്തം. ഇതിൽ ചാപമാണ് ഒറ്റയാനായിട്ട് വരിക. ത്രികോണവും ചതുരവും വൃത്തെല്ലാം എന്താണ്? ത്രികോണാണെങ്കിലും ചതുരാണെങ്കിലും വൃത്താണെങ്കിലും ദ്വിമാന രൂപങ്ങളാണ്. അപ്പോൾ ചാപമാണ് അവിടെ ഒറ്റയാനായിട്ട് വരുന്നത്. ഇനി അടുത്തതിൽ ഗോളം എന്ന് പറയുന്നത് 4πr² ആണ്. ഡാഷ് 3πr². അപ്പോൾ വൃത്തസ്തൂപമാണ്, അർദ്ധഗോളാണ്, വൃത്തസ്തൂപികയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗോളം 4πr² ആണ്. അങ്ങനെയാണ് അതെന്താ? ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് 4πr² എന്നുള്ളത്. 3πr² എന്നുള്ളത് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ്. 3πr². ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം, അപ്പോൾ നമുക്ക് നോർത്തും സൗത്തും നമുക്ക് നോക്കാം. ഇത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ താഴേക്ക് എത്ര കിലോമീറ്റർ നടന്നു? 10 കിലോമീറ്റർ നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ്, പടിഞ്ഞാറ് എവിടെയാണ്? പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ നടന്നു? 4 കിലോമീറ്റർ നടന്നു. അപ്പോൾ പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാളിപ്പോൾ ഏത് ദിശയിലാണ്? അപ്പോൾ ഈ പ്രാരംഭ ദിശയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാളിപ്പോൾ ഏത് ദിശയിലാണ്? തെക്ക് ദിശയിലാണ്. ആൻസർ എന്താണ്? തെക്ക് ദിശയിലാണ്.